ഉപാസകൻ്റെ ഉപാസകൻ നമ്മൾ ഒരു ക്വയറ്റായിട്ടുള്ള പ്ലേസ് ആദ്യം കണ്ടുപിടിക്കണം. അവിടെ ഇരുന്നിട്ട് ചമ്പ്രം പടിഞ്ഞിരുന്നോ അല്ലെങ്കിൽ കസേരയിലിരുന്നോ നമുക്ക് ജപിക്കാം. കസേരയിലിരിക്കുന്ന ആളുടെ 2 കാൽപ്പത്തിയും ഭൂമിയിൽ നന്നായിട്ട് പതിച്ചിട്ടിരിക്കണം. നമ്മൾ 2 കൈ ഇങ്ങനെ ധ്യാനമുദ്രയിൽ വേണം ഇരിക്കേണ്ടത്. ആദ്യം നമ്മൾ ശ്വാസം നന്നായി എടുക്കണം. ഉള്ളിലേക്ക് എടുത്തിട്ട് വേണം നമ്മൾ ആദ്യത്തെ അക്ഷരമായ ആകാരം പറയേണ്ടത്. ആകാരം പറയുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മുടെ താഴത്തെ 3 ചക്രം, അതായത് മൂലാധാരവും സ്വാധിഷ്ഠാന മണിപ്പുര ചക്രങ്ങളിൽ നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കണം. എന്നിട്ട് കുണ്ടലിനി ദേവി മണിപ്പുര കഴിഞ്ഞ് മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയഭാഗത്തുള്ള അനാചക്രം, അത് നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ചക്രമാണ്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനുശേഷം അതിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് അവിടെ കഴുത്തിൻ്റെ വിശുദ്ധി ചക്രമാണുള്ളത്. അവിടെ നമ്മൾ മകാരം സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് വിശുദ്ധി ചക്രവും ആജ്ഞാചക്രം, നമ്മുടെ തിരുനെറ്റിയുടെ ആ ഭാഗത്തുള്ള ആണ് ആജ്ഞാചക്രം. പിന്നെ സഹസ്രാരം, തലയുടെ ആ ഭാഗവും എല്ലാം കോൺസെൻട്രേറ്റ് മകാരം പറയുമ്പോൾ നമ്മൾ ഹൈ വോളിയം ഹൈ പിച്ചിലും വേണം പറയും. ഓ, അതുപോലെ ഉകാരം പറയുമ്പോൾ നമ്മുടെ അതായത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് പിന്നെ വണ്ടി നിർത്തുന്നത് അതുപോലെ വേണം. ആദ്യത്തെ സ്റ്റാർട്ടിങ് ടൈമിലുള്ള ആ ഒരിത് വേണം അകാരത്തിന് കൊടുക്കേണ്ടത്. ഉകാരത്തിന് നമ്മൾ പ്രിസർവിങ് സ്റ്റേജിലുള്ള സ്റ്റഡിയായിട്ട് നിൽക്കുന്ന സമയത്തുള്ളത്. മകാരത്തിന് അതിൻ്റെ ലാസ്റ്റ് നിർത്താൻ പോകുന്നതിൻ്റെ ആ ഒരു സമയത്തുള്ള ആ ഒരു വോളിയവും ആ ഒരു പിച്ചും വേണം. അപ്പം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ചക്രങ്ങളെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ചക്രങ്ങളുടെ ബാലൻസും അതുവഴി അതാത് ഭാഗങ്ങളിലുള്ള നമ്മുടെ ഓർഗൻസിനും വളരെയധികം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങൾ സാധാരണ നിലയാക്കാനും, അതുപോലെ നമ്മുടെ ആദ്യം ഈ ഓരോ സമയത്തും നമ്മൾ ഇൻഹേൽ എക്സലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അടിവയറ്റിൻ്റെ ഭാഗത്തുള്ള, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഓർഗൻസിനും നല്ലൊരു എക്സസൈസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസൊക്കെ മാറും. അതുവഴി ഉണ്ടാകുന്ന പനി, തലവേദന, വയറ്റുവേദന, മെനിഞ്ചൈറ്റീസ് എല്ലാം അതുവഴി അതിനൊക്കെ ഒരു നിവർത്തി ഉണ്ടാകും. പിന്നെ നെർവസ് സിസ്റ്റത്തിനാണെങ്കിലും നല്ലൊരു ഉന്മേഷം ലഭിക്കത്തക്ക ന്യൂറോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അക്കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാം ഒന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓംകാരം ജപിക്കുക എന്നുള്ളത്. നമ്മൾ നല്ല ഫോഴ്സിൽ ആദ്യത്തെ 3 അടിയിലുള്ള 3 ചക്രങ്ങളെയും കോൺസെൻട്രേറ്റ് പറയണം. അത് വന്നിട്ട് പറയുമ്പോഴേക്കും നമ്മുടെ ഹൃദയഭാഗത്ത് നമ്മുടെ മനസ്സിരിക്കണം. പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിലോട്ടും ആജ്ഞാചക്രത്തിലേക്കും സഹസ്രാരത്തിലേക്കും മനസ്സിരിക്കണം. പിന്നെ ഈ എന്ന് പറയുന്നത് തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. പറയുന്നത് വായിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. ചുണ്ടിൻ്റെ അധരസ്ഫുടങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് ജപിച്ച് നോക്കാം. ആദ്യം ഒന്ന് ഇൻഹേൽ ചെയ്യണം. ഓ, ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിച്ചിട്ട്, ഒരു 5 മിനിറ്റ് ജപിച്ചിട്ട് നമ്മുടെ ശരീരം മൊത്തം വിറയ്ക്കായിരിക്കും. അടിവയറെല്ലാം നല്ല വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പം നമ്മൾ ക്വയറ്റായിട്ട് കണ്ണടച്ചിരുന്ന് അതെല്ലാം ആ ഇഫക്റ്റ് എല്ലാം ആസ്വദിച്ച് നമ്മുടെ ശരീരം മൊത്തം നല്ല ഫ്രഷാക്കണം. നമ്മൾ കണ്ടല്ലോ, എല്ലാ വേദമന്ത്രങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഓങ്കാര മന്ത്രത്തിൽ അധിഷ്ഠിതമാണ്. അത് ചെല്ലുന്നത് കൊണ്ട് നമുക്ക്
വളരെ റിലാക്സേഷനും ശാരീരികവും മാനസികമായ പല പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആത്മീയപരമായി സ്പിരിച്വൽ ലെവലിൽ നമുക്ക് വളരെയധികം ഒരു ഉയർന്ന സ്ഥാനത്ത് എത്താൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ആധുനിക ശാസ്ത്രം, മെഡിക്കൽ ഫീൽഡുമൊക്കെ ഇതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോഴും വളരെയധികം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്ട്രെസ് നിറഞ്ഞൊരു ജീവിതമാണ്. അപ്പം നമ്മുടെ വലിയ വലിയ കമ്പനികളിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അവർ നിഷ്കർഷിക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ്സെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം, ഓംകാരധ്യാനം ചെയ്യണം. അതിലൂടെ അവരുടെ എല്ലാ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റിയും മറ്റേ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ന്യൂറോളജിക്കൽ ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് വളരെയധികം ലഭ്യമാണ്. കാരണം നമ്മൾ ഓംകാര ജപത്തിൻ്റെ സമയത്ത് അത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് നമ്മുടെ വേഗസ് നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും പല നമുക്ക് നമ്മളുടെ മൂഡിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന പല ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കൊരു വളരെ നല്ലൊരു ശാന്തതയും റിലാക്സ്ഡ് സ്റ്റേറ്റൊക്കെ അനുഭവിക്കാൻ പറ്റും. അതുകൂടാതെ ഈ ഇലക്ട്രോ എൻസിഫാലോഗ്രാം സ്റ്റഡീസ്, EEG ഇതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലായിട്ട് നമ്മുടെ മെഡിറ്റേഷൻ ലാസ്റ്റ് ആ തുര്യാവസ്ഥയിൽ ആൽഫ വേവ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൽഫ വേവ്സ് നമുക്ക് വളരെ ശാന്തതയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുമ്പോൾ വളരെ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലങ്സിൻ്റെ വോളിയം കൂടുകയും കുറേ അധികം ഓക്സിജൻ ഉള്ളിലേക്ക് വരികയും അതുവഴി നമ്മുടെ ബ്ലഡിനെ കുറേ കൂടി നല്ല രീതിയിൽ വളരെ എഫിഷ്യൻ്റായിട്ട് ഓക്സിജനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റുള്ള എല്ലാ അവയവങ്ങളിലേക്കും ആ രക്തം എത്തിച്ചേരുമ്പോൾ അത് വളരെ പ്രയോജനകരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസകോശത്തിൻ്റെ റേറ്റ്, അതുപോലെ ഹാർട്ടിൻ്റെ റേറ്റ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഓംകാരം ജപിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഡീപ്പ് ഇൻഹെയിൽ ചെയ്തിട്ടാണ് എക്സെൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ താഴത്തെ അബ്ഡോമിൻ്റെ താഴെയുള്ള ഓർഗൻസ് മൊത്തവും നല്ലൊരു എക്സസൈസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള സകല വിധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അത് നല്ലൊരു ഡൈജഷൻ കിട്ടും. അതുകൂടാതെ വായു സംബന്ധമായിട്ടും അതുവഴി തലവേദന, പനി, മറ്റ് അലർജീസ്, മൈഗ്രെയിൻസ്, ആസ്മ, ലങ് ഡിസോർഡർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഒരു പ്രതിവിധി ആയിട്ട് നമുക്ക് ഇതിനെ ഈ യഥാവിധിയുള്ള ഓം ജപം കൊണ്ട് സാധിക്കും. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, മൂഡ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂറോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്കൊരു നല്ലൊരു ഉന്മേഷാവസ്ഥയും അതുവഴി നമുക്ക് നന്നായി വർക്ക് ചെയ്യാനും നമ്മുടെ ചുറ്റുമുള്ളവരോട് നമുക്ക് സന്തോഷമായി പെരുമാറാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ഇതുകൂടാതെ നമ്മൾ ആ സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ആയിട്ടുള്ളൊരു കണക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവ് രീതിയിൽ കാണാനും അങ്ങനെ ആറ്റിറ്റ്യൂഡും അപ്രോച്ചും എല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൽ വരികയും നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും നമുക്കും നമ്മുടെ ചുറ്റുപാടിനും വളരെ സമാധാനവും സന്തോഷകരവും വളരെ ആക്റ്റീവും വളരെ ക്രിയാത്മകവും ആയിട്ടുള്ളൊരു സമൂഹവും ഒരു വ്യക്തിയും ഒരു സമൂഹവുമായി തീരാൻ വേണ്ടി നമുക്ക് ഓംകാര ജപത്തിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോടെല്ലാം ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നു.